ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ഒന്നും വീഡിയോസ് ഇടാറില്ല. അപ്പോൾ ഇന്ന് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പെയിൻറ്റു പല്ലേച്ചു. ഇപ്പോൾ സമയം 6:15 6 മണിക്ക് കഴിഞ്ഞിട്ടു. കുളിച്ച് കഴിഞ്ഞപ്പോൾ 6:15 അപ്പോൾ എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാം. എൻ്റെ കുളി കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഞാൻ കുളി കഴിഞ്ഞ് മുടി കഴിച്ചിട്ട് നേരെ ചെന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും എൻ്റെ മുഖത്ത് ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യാറ് പിന്നെ സ്ലൈഡ് മറ്റേ ബണ്ണ അതൊക്കെ അങ്ങനെ എടുക്കുക, പോക്കറ്റിലിട്ടാ ചെയ്യാം. എന്നിട്ട് അത് അമ്മ ചോദിക്കുമ്പോൾ ഓരോന്നത് അങ്ങനെ ചെയ്യും. പിന്നെ കണ്ണ് ഇത് അത്ര തന്നെ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എല്ലാ സംഭവങ്ങളും സെറ്റാക്കാണ്. ഞാൻ ആ വാതിൽ മൊത്തം മെസ്സിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പകുതി തുറന്നെടുത്ത് ഇത് കണ്ണെഴുതി ഇതെഴുതി. പിന്നെ ഈ സ്ലൈഡും സംഭവങ്ങളൊക്കെ എൻ്റെ പോക്കറ്റിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിൽ നീലോദന അധികം ആഡ് ചെയ്യാത്തത് എൻ്റെ മാത്രമല്ല കാണിച്ചത്. അടുത്തത് നീലുൻ്റെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായി എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതേ ടിഫിൻ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കെട്ടാറില്ല, പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം 2 പേർക്ക് കെട്ടിയത്. ഞാനിതിൽ കൂടുതലും പാട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ അങ്ങനെ അധികം നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മ്യൂസിക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നത് കുറവാണ്. ഇത് നീല അവിടെ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചധികം ബോറടിച്ചു കേട്ടോ നീല മുടി കെട്ടുമ്പോൾ. അപ്പോൾ ഗൈസ്, ഞാൻ സ്കൂൾ വിട്ട് വന്നു. എനിക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ വീടാക്കാൻ പറ്റിയില്ല. കുറച്ച് മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. മഴ ആയതുകൊണ്ടൊന്നല്ല, മറന്നുപോയി. അപ്പോൾ നല്ല ചാറലുണ്ട്. ഇതുവരെ നിന്നിട്ടില്ല, കുറേ നേരം ഈ ചാറൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ സ്കൂളിൽ വിട്ട് വന്ന് ഡ്രസ്സൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തൊരു കാര്യം ഓർത്തത് കേട്ടോ. ഡ്രസ്സ് മാറ്റി ഞാനിപ്പോൾ ഫുഡ് കൊണ്ടുവയ്ക്കണം.
എൻ്റെ ബാഗിലത്തെ ടിഫിൻ ബോക്സ് കൊണ്ടുവയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാം. അതാണ്. നീലിപ്പോൾ അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. കുറേ നേരമായല്ലോ. ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗായ്സ്, നല്ല മഴയാണ്. അയ്യോ അയ്യോ, അപ്പം ആടിപ്പോൾ ടോട്ടിൽ നിറയാറായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബാധിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര അറപ്പാവും. നമുക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല അറപ്പാവും. പിന്നെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും മീൻസ് അറിയണ ചവിട്ട് പോലെ ഭയങ്കര അറപ്പാവും. എന്തൊക്കെയോ പോലെ മൊത്തം വെള്ളമില്ല. കാലെനിക്ക് ചെരുപ്പ് തിരി വെള്ളം ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയായിട്ട് അതെന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അമ്മ അവിടെ എന്തോ വർക്കുണ്ട്, എന്തോ കയ്പ്പയ്ക്ക് എന്തോ വർക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതാണ് നീലുൻ്റെ ഫേവറേറ്റ് കറി. അപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. നീലുൻ്റെ ഫേവറേറ്റ് കറിയാണത്. എന്തോ ഒരു എന്താ പറയുക, പച്ചക്കറി അങ്ങനെ എന്തോ ഒരു സാധനം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ പയർ അങ്ങനെ എന്തൊക്കെ. എനിക്ക് പേരറിയില്ല കേട്ടോ. എൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതാണിത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നിച്ചു ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ടോ കയ്പ്പയ്ക്ക് എന്തോ വറക്കുണ്ട്. എനിക്ക് കയ്പ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അമ്മ വറക്കണേക്കാട്ടിയും വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, റെഡി ആയിട്ടില്ല. അപ്പോൾ അതിനെക്കാട്ടും മുമ്പ് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു മിളക് വറുത്തുണ്ടത്. എനിക്ക് മിളക് വറുത്തത് ഇഷ്ടം. കൊണ്ടാട്ട മിളകില്ലേ, അത് വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ ഒന്ന് എടുത്ത് വെച്ചു. നല്ല രസമാണ്. പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ ഒരു ബൈറ്റ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ സ്പീഡിൽ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തല്ലുകൂടുന്നുണ്ട്. ആ സ്പീഡ് ഇട്ടുകൊണ്ടാണ് അറിയാത്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പപ്പടം എടുക്കുന്നുണ്ട്. അത് ശരിക്കും നോക്കി കാണാൻ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. മറ്റേ ആ കറിയുടെക്ക് പേരറിഞ്ഞൂടാ കേട്ടോ. പിന്നെ അമ്മ എന്തോ കയ്പ്പയ്ക്ക് എന്തോ വറക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് കയ്പ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചില്ല. വറക്കണേക്കാട്ട് മുമ്പ് ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ വണ്ടേക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒന്നും പഠിക്കില്ല. ഇപ്പോൾ ഇരിക്കും. പിന്നെ സൺഡേ ഒക്കെയാണ് പഠിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. തലൂത്തിരിക്കാതെ എനിക്കിഷ്ടം. എൻ്റെ ബാക്കിയുള്ള ടൈമൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കാമല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇപ്പോഴും മഴയൊന്നും നിന്നിട്ടില്ല, അപ്പോഴും പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധാരണ ഇവിടെ ഞങ്ങൾ കളിക്കാൻ പോകാറുണ്ട്. പക്ഷെ മഴയായതുകൊണ്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അതാണെങ്കിൽ നിൽക്കണമില്ല. നിന്നിട്ടാണെങ്കിൽ ഓക്കെ പോവാം. പക്ഷെ നിൽക്കണമില്ലേ, അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിന്ന് കളിക്കാൻ പോകാത്തത്. മഴ നിൽക്കുകയാണെങ്കിൽ പോവും, ഇല്ലെങ്കിൽ പോവില്ല. ജനൽ തുറന്നിട്ട് അതാണ് കുറച്ച് വെളിച്ചം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആയിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ വീട് കാര്യം മൊത്തത്തിൽ മറന്നു. ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് വെളിച്ചത്തിനാണ് അതിന് മുന്നിൽ പോയി ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ മൊത്തത്തിൽ മറന്നു. 6:15 എപ്പോൾ അയ്യോ അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇതാ നീലുവാണത്, നീലു. അപ്പോൾ ഞാൻ ചായ കുടിച്ചപ്പോൾ എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. പിന്നെ അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ വരാൻ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തട്ടിക്കൂടി സെറ്റാക്കിയത് ഞാൻ മുടി ഒന്ന് ചീകാൻ പോവാണ്. എന്നുവെച്ചാൽ ഞാൻ സ്കൂളിൽ വിട്ട് വന്ന് ഇങ്ങനെ അയച്ചിട്ട് എന്താ വെച്ചാൽ മുടി ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്ന് വെറുതെ ചീകിയിട്ട് കെട്ടാതെ അരച്ചു. ബിക്കോസ് കുറച്ചധികം നല്ല ചടുണ്ട്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. ഞാൻ ചിക്കർത്തിട്ടാണ് ഇരിക്കാറ്. പക്ഷെ ഇന്ന് മറന്നുപോയി. എല്ലാം ടോട്ടലി മറന്നു പോവാണെന്ന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണല്ലോ വിചാരിച്ച് എൻ്റെ ഇടയിൽ കൂടെ ഇത് ഞാൻ വിചാരിച്ചു. അത്യാവശ്യം കെട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടി അങ്ങനെയാണ്. ഇപ്പോൾ കെട്ട് തീർത്താലും അത് വീണ്ടും ഇങ്ങനെ കെട്ട് വരും. അപ്പോൾ ഇത് തീർന്നു കണ്ടോ. നല്ല കെട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഞാൻ ചീകാറുണ്ട്. കെട്ടി വെക്കുക കേട്ടോ. എനിക്കിങ്ങനെ അയച്ചിടുമ്പോൾ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കെട്ടായിട്ട് വെക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നെ കാണാനില്ലല്ലേ.
പ്രത്യേകിച്ചൊന്നും മിണ്ടണില്ല, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഐ തിങ്ക് നോക്കട്ടെ കേട്ടോ ടൈം. ഇപ്പോൾ 7:12 ഇപ്പോൾ ഞാനിവിടെ നിന്ന് എടുക്കുന്നത് ഹാളിൽ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പങ്കെടുത്തിരുന്നത്. ഞാൻ മെടഞ്ഞിടല്ല, രാത്രി കിടക്കുമ്പോൾ മാത്രം മെടഞ്ഞിടുള്ളൂ കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നീലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ആക്കി കിട്ടില്ല. ഇങ്ങനെ ബാക്കീറ്റായിട്ട് ഇങ്ങനെ വെറുതെ ടൈറ്റ് നീലും കേട്ടോ ബാത്റൂമിൽ. ഇങ്ങനെയാണ് ഞാൻ കിട്ടുക. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. ഇത് തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ് ഇല്ല, അതാണ് എന്നെ അധികം കാണാത്ത കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവമൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മുടി ജസ്റ്റ് കെട്ടും, ഇത്രയേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, എൻഡിങ് ആണ് ഇത്. ഇത് ഡേ ഇൻ മൈ ലൈഫ് എടുത്തതിന് ഞാൻ എൻഡിങ് ശരിക്കും മറന്നുപോയി. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസത്താണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ, രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡിങ് അപ്ലൈ ഓർത്തത് കേട്ടോ. ഇന്ന് മൊത്തം ഡേ ഇൻ മൈ ലൈഫ് മറന്നിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇനി വേറെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു വീഡിയോസ് ചെയ്യുന്നതാണ്. ഇനി ഇതെൻ്റെ മാത്രം ഡേ ഇൻ മൈ ലൈഫാണ്. നീലുൻ്റെയും ഇതുപോലെ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വരാനുണ്ട്. അയ്യോ, അപ്പോൾ വരാണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സ് അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണേ. ബൈ. അയ്യോ, ഒരു മിനിറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.